ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മത്തി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ നല്ല ടേസ്റ്റിൽ മത്തി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. നല്ല നാടൻ മത്തിയാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാണ് മത്തി. അത് ഫ്രൈ ചെയ്താലും അതുപോലെ തന്നെ കറി വെച്ചാലും പല രീതിയിൽ ഇത് തയ്യാറാക്കിയെടുക്കും. കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ടും അരക്കാതെയൊക്കെ തയ്യാറാക്കിയെടുക്കുക. എന്നാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കാണിക്കുന്നത് ഫ്രൈ ചെയ്യുന്നതാണ്. അത് ഞാൻ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ മത്തി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കഴുകുമ്പോൾ ഒന്നും കൂടി ഫ്രഷ് ആയി കിട്ടും നമ്മളെ മത്തി. മീനിൻ്റെ സ്മെല്ലിനും കുറച്ച് കുറവ് കിട്ടും. ഇത് ഏത് മീൻ കഴുകുകയാണെങ്കിലും നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ മീനൊക്കെ ഇവിടെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വരട്ട് കൊടുക്കാം, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മീനൊക്കെ ഇവിടെ വരട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാളൻപുളിയാണ്. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീനിന് നല്ലൊരു ടേസ്റ്റാണ് ഫ്രൈ ചെയ്തെടുത്താൽ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മസാല മൊത്തം ഒന്ന് ക്രീമി പരുവത്തിലാക്കി എടുക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് നമ്മുടെ മസാല എടുക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 1.5 ടീസ്പൂണാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുത്തിട്ട് മസാല തേച്ച് കൊടുക്കാം. മീനിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചിട്ടിട്ട് നമ്മൾ മസാല തേച്ച് കൊടുത്താലുള്ളൂ എല്ലാ മീനിലും മസാല നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പോൾ മസാലയൊക്കെ നമ്മൾ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചാലേ നമ്മുടെ മീനിലൊക്കെ നല്ല എരിവും പുളിയൊക്കെ നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മത്തി ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മീനിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത ചട്ടിയിലാണെങ്കിൽ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻ നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ മീനൊക്കെ അവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം നല്ലപോലെ കുക്കായതിൻ്റെ ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുക്കായിട്ട് വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും മറിച്ചിടുമ്പോൾ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിക്കുന്നത് വെളുത്തുള്ളി മാത്രമാണ്, പിന്നെ ഇഞ്ചിയും. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകില്ല. നേരെ മറിച്ച് നമ്മൾ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡും കൂടെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. മത്തിയൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മസാല കൂട്ടുമ്പോൾ പുളി ഒഴിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒറ്റ തവണ ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ ഈ രീതിയിലേ ചെയ്യുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മളെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.